വെട്ടം സിനിമയില് പ്രിയദർശനോ അല്ലെങ്കിൽ ദിലീപിനോ പോലും അറിയാത്ത ഒരു ചരിത്രം കിടപ്പുണ്ട്. അറിയാമോ നിനക്ക്? വെട്ടം സിനിമ നീ എത്ര വട്ടം കണ്ടിട്ടുണ്ട്? വെട്ടം സിനിമ കണ്ടിരുന്ന ഒരു കണക്കുണ്ടാവില്ല. നമ്മൾ അത്രയും ഒരുപാട് വട്ടം കാണുന്നതല്ല. യൂട്യൂബിലൊക്കെ അതിന്റെ കോമഡി സീനാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണുന്ന സിനിമയാണ്. പക്ഷെ വെട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ വെട്ടം സിനിമ ഒരു ഫ്ലോപ്പാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു ഫ്ലോപ്പ് അല്ല. പക്ഷെ അതിനൊരു അറിയിച്ച വിജയം കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അതൊരു 2004 ഓണം റിലീസായിട്ട് വന്നൊരു സിനിമയായിരുന്നു വെട്ടം. അന്ന് അതിന്റെ കൂടെ ഇറങ്ങിയ പടങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? സത്യം, നമ്മൾ പൃഥ്വിരാജിന്റെ പടം, പിന്നെ ലാലേട്ടന്റെ നാട്ടുരാജാവ്, പിന്നെ കാഴ്ച. ഇത്രയും വലിയ 3 പടങ്ങളുടെ കൂടെ ഇറങ്ങിയ പല ജോണേഴ്സ്. അതെ. എന്നിട്ട് പോലും ഒരു കോമഡി എന്റർടൈനർ ആയ വെട്ടം അത്ര വലിയ ഹിറ്റ് അടിച്ചില്ല. പക്ഷെ സ്റ്റിൽ അതൊരു ഫ്ലോപ്പ് അല്ല, ഒരു ആവറേജ് ഹിറ്റാണ്. സിനിമയിലെ സെക്കൻഡ് ഹാഫിലെ ഹോട്ടൽ ഓർമ്മയുണ്ടോ? ആ സിനിമ കണ്ടാലും ആ ഹോട്ടൽ മറക്കില്ലല്ലോ. അത്രയും ഐക്കോണിക് സീൻസ്. ആ പടം സെക്കൻഡ് ഹാഫ് മൊത്തം അതിന്റെ സെക്കൻഡ് ഹാഫ്. അപ്പൊ ആ ഹോട്ടല് അധികം ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഹോട്ടൽ എന്നതിന്റെ പേര് ഹോവാർഡ് ജോൺസൺ എന്നാണ്. അപ്പൊ ഈ ഹോവാർഡ് ജോൺസൺ എന്ന ഹോട്ടലിന് വേൾഡ് ഹിസ്റ്ററി തന്നെ വലിയൊരു സ്റ്റോറി പറയാനുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ പ്രിയദർശന് അറിയാമെന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ അതിന്റെ സ്റ്റോറി എന്ന് വെച്ചാൽ, ഇത് ഹോവാർഡ് ജോൺസൺ എന്ന് പറഞ്ഞ ഒരു US ബേസ്ഡ് കമ്പനിയാണ്. ഹോവാർഡ് ഡി ജോൺസൺ എന്ന ആള് 1925 ഒരു ചെറിയൊരു ഫാർമസി ആയിട്ട് തുടങ്ങിയത്. അത് പിന്നീട് അവർ റെസ്റ്റോറൻ്റ് ആക്കി മാറ്റി. പിന്നീട് ആ റെസ്റ്റോറൻറ്റ്സിനെ ഒരു 1925 ആകുമ്പോഴത്തേക്കും ഫ്രാഞ്ചൈസികൾ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഈ ഇവരുടെ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് US തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രാഞ്ചൈസിയറാണ്. ഓക്കെ, അപ്പം അവർ ഫ്രാഞ്ചൈസികൾ കൊടുത്തു തുടങ്ങി. ഒരു 20 years കഴിഞ്ഞ്, എന്ന് വെച്ചാൽ ഒരു എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ, അപ്പോഴത്തേക്ക് അവർക്ക് ഓവർ 200 റെസ്റ്റോറൻറ്റ്സ് US മാത്രമുണ്ട്. അത്രത്തോളം എക്സ്പാൻഡഡ് ആയത്. അത്രയും വലിയ കമ്പനിയാണ്. അതെ. പക്ഷെ പിന്നീട് അവർക്കൊരു ഡ്രോപ്പ് ആയിരുന്നു. കാരണം ഒരു 1957 ആകുമ്പോഴത്തേക്കും അന്നത്തെ ഗാനയുടെ ഫിനാൻസ് മിനിസ്റ്റർ US വരികയും വിസിറ്റ് വരികയും ഇവരുടെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വരികയും ചെയ്യുക. അപ്പോൾ അന്ന് എന്ന് പറയുന്ന അമേരിക്കയിൽ റേസിസം പീക്കിൽ നിൽക്കുന്ന സമയം. ഓക്കെ, അത് കാരണം തന്നെ അന്നത്തെ അവർ കഴിക്കാൻ പോയ റെസ്റ്റോറൻറ്റിൽ ഉള്ള ഒരു എംപ്ലോയി അവർക്ക് ഫുഡ് സെർവ് ചെയ്യത്തില്ല എന്ന് പറയാം. ബിക്കോസ് അവർ വൈറ്റ് അല്ല. ഈ ഫൈനാൻസ് മിനിസ്റ്ററിനോട് പറയുക അത്. അപ്പൊ ആ ഒരു പീക്ക് ആലോചന റേസിസത്തിന്റെ. അപ്പൊ അത് ഭയങ്കര ഇഷ്യൂ ആയി, ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആയി. കാരണം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് ഇവരോട് ഒഫീഷ്യലി അപ്പോളജൈസ് ചെയ്യേണ്ടി വന്നു. രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഒരു ഇഷ്യൂ. പിന്നെ അപ്പൊ അത് ഭയങ്കര ഡ്രോപ്പ് ആയി പോയി അവർക്ക്, ഒരു ചീത്തപ്പേര് പോലായി. പക്ഷെ പിന്നീട് അവർ ഗ്രാജുവലി 1960s ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ വീണ്ടും തിരിച്ചു വരിക. കാരണം ഇവർ ഒരുപാട് ഈ ഗേ ആക്ടിവിസത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അതിന് കാരണം ഞാൻ പറയാം, ലൈക്ക് 1966 ഒരു ന്യൂയോർക്ക് ലിക്കർ റൂൾസ് അനുസരിച്ച് ഈ LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആർക്കും ഓപ്പൺലി അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ ബാറിലോ ലിക്കർ സെർവ് ചെയ്യാൻ പാടില്ല, എക്സെപ്റ്റ് അവരുടെ ഗേ ബാർസ്, അങ്ങനെയൊക്കെ. ഓക്കെ, അല്ലാണ്ട് പീക്ക് സമയമാണത് അതെ. പിന്നെ അപ്പോൾ ആ സമയത്ത് ഇവര് ഹോവാർഡ് ജോൺസന്റെ റെസ്റ്റോറൻറ്റ്സിൽ ഇവര് ഓപ്പൺ ആയിട്ട് ലിക്കർ സെർവ് ചെയ്യാണ് ഗേ ആൾക്കാർ. വൻ റെവല്യൂഷനായി. അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി പല കമ്പനികൾക്ക്. അപ്പൊ അതിനുശേഷം ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയും, മാഷ പി ജോൺസൺ അറിയാമോ? അവർ ഭയങ്കര ഒരു സെൽഫ് മെയ്ഡ് ഡ്രാഗ് ക്വീൻ ആണ്, ഭയങ്കര ഫേമസ്. അവരുടെ ഒരു ഫിലിം തന്നെ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പേര് മാഷ പി ജോൺസൺ എന്നല്ലേ. അതിലെ ജോൺസൺ ഈ ഹോവാർഡ് ജോൺസന്റെ ആക്ടിവിറ്റീസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അവർ സ്വന്തം പേരിൽ ആഡ് ചെയ്യാണ് ചെയ്തത്. അത്രത്തോളം ഇൻവോൾവ് ആണ്, ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര വലിയൊരു ഗേ ആക്ടിവിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. പിന്നീട് അതേപോലെ 1978 ഒരു പ്രൈഡ് 78 എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് അവർ നടത്തുക, ഗേ ആക്ടിവിസ്റ്റ് ആൾക്കാർ തന്നെ. അപ്പം അറിയില്ല, ഗേ ആക്ടിവിസത്തിന് അവര് ഒരിക്കലും ഒരു ഹോട്ടലിൽ അവർ ഹോസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യോ അക്കോമഡേറ്റ് ചെയ്യോ സമ്മതിക്കും. അങ്ങനെ ചെയ്താൽ പിന്നെ ബാക്കിയുള്ള ഗസ്റ്റ് വരെ ചിലപ്പോൾ അത് ആ കാരണം വരാതിരിക്കാം. അതാണ് അന്നത്തെ കാലത്ത് എസ്പെഷ്യലി. കാരണം US ഈ അടുത്താണ് 2015 ഈ ലീഗലൈസ് ആക്കുന്ന പറയും സെയിം സെക്സ് മാരേജ്. അപ്പൊ 1960s കാര്യം നമ്മൾ പറയുന്നത് 19 വർഷം മുന്നേ. പിന്നെ അപ്പം വേറെ ഒരു ഹോട്ടലായിട്ട് സമ്മതിച്ചില്ല അത്. അപ്പോഴാണ് ഹോവാർഡ് ജോൺസൺ മുന്നോട്ട് വന്നിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്നത്. അങ്ങനെ അവർ ഹോസ്റ്റ് ചെയ്യുന്നു, എല്ലാ പരിപാടികളും 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നടത്തുന്നു. അതും ഭയങ്കര ഒരു റെവല്യൂഷനായി. അപ്പൊ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി പലർക്കും. അങ്ങനെ അവര് പ്രൈഡ് 78 ഹെഡറിൽ ഇവർക്ക് ഒരു ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ ഇവർ അയക്കുന്നുണ്ട് ഹോവാർഡ് ജോൺസൺ. അത് ഇന്നും ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. അത്രയ്ക്ക് ഭയങ്കര ഒരു ഫേമസ് ആയ ഒരു കാര്യമാണത്.
പക്ഷെ പിന്നീട് ഗ്രാജുവലി അവരുടെ ഒരു ഫെയിം ഒക്കെ കുറഞ്ഞു തുടങ്ങിയാണ്. ഫെയിം ഇൻ ദ സെൻസ് അവരുടെ മെഗ്ഡി ഒക്കെ വളർന്നു വരുന്ന സമയമായിരുന്നു. അപ്പൊ പിന്നെ മെഗ്ഡി വരുമ്പോഴത്തേക്കും ഇവരുടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഭയങ്കര സെയിൽ കുറയുന്നു. അങ്ങനെ ഗ്രാജുവലി അവർ സ്റ്റേക്ക് ഒക്കെ വിൽക്കുന്നു. പിന്നെ മാരിയറ്റാർ അവരുടെ റെസ്റ്റോറൻറ്റ് വാങ്ങിക്കുന്നു. പിന്നെ പല പല ആൾക്കാർ മാറി മാറി മൊത്തത്തിൽ ഡൗൺ ആയി. സിഇഒ അവരെ മാറ്റി. സിഇഒ എന്ന് പറയുന്ന ഹോവാർഡ് ഡി ജോൺസന്റെ മോനായിരുന്നു അന്നത്തെ സിഇഒ. പുള്ളിനെ അവരെ മാറ്റി. അത്രത്തോളം സ്റ്റേക്ക് വിറ്റു അവര്. ഓക്കെ. പിന്നീട് 2001 ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇന്ത്യയിലെ മൊണാക് ഗ്രൂപ്പ് അവര് ഇവരുടെ ഇന്ത്യയിലെ ഫ്രാഞ്ചൈസികൾ വാങ്ങിക്കുന്നത്. അതില് അവരുടെ ഊട്ടിയിലുള്ള ബ്രാഞ്ചാണ് അപ്പോൾ വെട്ടൻ സിനിമയിൽ. അതെ അതെ. അതില് എടുത്ത് പറയുന്നുണ്ട് ദി മൊണാക് ബൈ ഹോവാർഡ് ജോൺസൺ എന്നാണ് ആ ഹോട്ടലിന്റെ പേര്. അത് സിനിമയിൽ കാണിക്കുന്നുണ്ടോ? പലവട്ടം കാണിക്കുന്നുണ്ട്. അത് പക്ഷെ പലരും അത് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടാവും, നമ്മള് ശ്രദ്ധിക്കില്ലല്ലോ. ഞാൻ പറയുന്നത് വെച്ചാല് നോർമലി എല്ലാ സിനിമയിൽ അങ്ങനെ കാണിക്കാറില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റീസെന്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രേമലു സിനിമയില് നെസ്ലം പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അത് ശരിക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നത് കോയമ്പത്തൂര് ഹിന്ദുസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന കോളേജിലാണ്. അത് ഞാൻ പഠിച്ച കോളേജാണ്. അതുകൊണ്ട് എനിക്കത് കാണുമ്പോൾ മനസ്സിലാവും എന്റെ കോളേജാണെന്ന്. പക്ഷേ സിനിമയിൽ കൊടുത്തിട്ടുള്ളത് സേലം എന്താ പളനിയപ്പൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തോ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ അതുപോലെ ഇവർ ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ അത് ചിലപ്പോ ഒരു മാർക്കറ്റിംഗ് ഇതാവാൻ ചാൻസ് ഉണ്ട്. അന്നൊക്കെ ഒരുപാട് ഇതൊക്കെ ചെയ്തിരുന്ന ടൈമാണ്. മലയാളം പ്രിയദർശന സിനിമയിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ.